ഡേ 3 ഓഫ് ബിൽഡിംഗ് അവർ ബ്രാൻഡ്. ഇന്ന് ഞങ്ങൾക്ക് FSIക്കും പാക്ക് ലൈസൻസിനും അപ്ലൈ ചെയ്യണം. നമ്മുടെ ചേർത്തലയിലുള്ള മിനി സിവിൽ സ്റ്റേഷനിലാണ് അപ്ലൈ ചെയ്യാൻ പോകേണ്ടത്. ഞങ്ങൾ അവിടുത്തെ ജിതിൻ സാറിനെ വിളിച്ചു. സോ അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി പാക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാനുള്ള പേപ്പേഴ്സ് ഇതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ബിൽഡിംഗ് ടാക്സ്, സെക്കൻഡ് വൺ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് ബിൽഡിംഗ്, തേർഡ് വൺ FSSAI, ഫോർത്ത് വൺ ആധാർ കാർഡ്, ഫിഫ്ത്ത് വൺ പാൻ കാർഡ്, സിക്സ്ത് വൺ 2 ഫോട്ടോ, പിന്നെ സെവൻത്ത് വൺ ടെസ്റ്റിമോണി, അതായത് സാക്ഷ്യപത്രം. സോ അങ്ങനെ ബിൽഡിംഗ് ടാക്സും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും വാങ്ങാനായി അക്ഷയൻ്റെ വീട്ടിൽ പോയി. കാരണം അവൻ്റെ ആണല്ലോ നമ്മുടെ മില്ല്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ബിൽഡിംഗ് ടാക്സ് അടച്ചതായിരുന്നു, ബട്ട് അതിൻ്റെ റെസിപ്റ്റ് അന്ന് വാങ്ങിയില്ലാന്ന്. സോ അങ്ങനെ ഞാനും അർജുനും ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ് അക്ഷയയിൽ നിന്നും കിട്ടാമെന്നും കരുതി അവിടെ ചോദിച്ചു. അവിടെ നിന്ന് കിട്ടിയില്ല, ഡയറക്റ്റ് പഞ്ചായത്തിൽ പോകാമെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചപ്പോൾ 2025-26 ബിൽഡിംഗ് ടാക്സ് അടച്ചിട്ടില്ല, അതടയ്ക്കാൻ പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പൈസ വേഗം അടച്ച് റെസിപ്റ്റും വാങ്ങി. കാരണം 4 മണിക്ക് മുമ്പ് ചേർത്തല എത്തിയാലേ നമുക്ക് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മില്ലിൻ്റെ ബിൽഡിംഗ് നമ്പർ പറയേണ്ട താമസം നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാം സോർട്ട് ഔട്ട് ആക്കി നേരെ ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോഴത്തേക്കും ദേ കിടക്കുന്ന വോൾട്ടേജ് ഇല്ല, ലിഫ്റ്റ് പോലും വർക്കാകുന്നില്ല, കമ്പ്യൂട്ടറും വർക്കാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു സുഹൃത്തുക്കളെ. അപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അടച്ച അതേ ബിൽഡിംഗ് ടാക്സ് തന്നെ അക്ഷയ് നേരത്തെ അടച്ചതാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ സംഭവം ഞാൻ ചെയ്ത നിനക്ക് ഒരെണ്ണം തന്നു കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ നിനക്ക് ഈ പുതിയത് എടുക്കാനായിട്ട് പറയണം എന്ന് പറഞ്ഞാൽ പഴയത് നിനക്ക് തന്നു വിട്ടത് 24-25 ആണെങ്കിൽ ഞാൻ അടച്ചത് 25-26. അതല്ല നിന്റെ പഴയത് തന്നു വിട്ടത് 23-24 ആണെങ്കിൽ ഓക്കെ, ഞാൻ പോയി അടച്ചത് 24-25. അപ്പം നീ ഇപ്പോൾ അടച്ചത് 25-26. സോ ഇതെല്ലാം ഇനി സോർട്ട് ഔട്ട് ആക്കണം. നാളെ വീണ്ടും ചേർത്തലയ്ക്ക് പോകണം. അപ്പം നാളെ കാണാം.